മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിൽ മോളുണ്ടായി. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു. തിരിഞ്ഞും മറിഞ്ഞും നിൻ്റെ കുഞ്ഞിക്കാല് വെച്ച് അമ്മയുടെ വയറ്റിൽ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടുകൂടി സഹിച്ച് 10 മാസം നിന്നെ ചുമന്ന ആളാണ് നിൻ്റെ അമ്മ. വേദന കടിച്ചമർത്തി നൊന്ത് പ്രസവിച്ച നിന്നെ ഒരു നോക്ക് കാണാനുള്ള നിൻ്റെ അമ്മയുടെ വെപ്രാളവും സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണ് നിൻ്റെ അച്ഛൻ. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ. അവരൊരിക്കലും കരയിപ്പിക്കരുത്. നന്നായിട്ടടിക്കും. അങ്ങനെ നിന്റെ അടവൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. തടിച്ചിട്ടുണ്ടല്ലോ. എടാ സോമ, ആ ദേ ഇത് നോക്കിയേ. മൈസൂരാന്റെ ഫാക്ടറിയിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒഴുക്കി വിട്ടിട്ടുണ്ട് ഇങ്ങോട്ട്. അധികം നിക്കണ്ട, കേറാൻ നോക്കും. വാമോളെ കേറാം. വീട്ടിൽ ചെന്നിട്ടേ മഞ്ഞൾ വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും വേണ്ട, നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചാൽ മതി. മനസ്സിലായ? സോമൻ ചേട്ടാ, ആ പെട്ടെന്ന് കൃഷി ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാടാ? അതറിയത്തില്ല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കുട്ടനാട്ടിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ്. തകഴി, നെടുമുടി, പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിച്ചിരിക്കുന്നത്. KC ബിബിൻ വിവരങ്ങളുമായി ചേരുന്നു. ബിബിൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് കുട്ടനാട്ടിലെ നിലവിലെ സ്ഥിതി? മുൻകരുതൽ എന്ന നിലയിലാണ് പക്ഷികളെ കൂട്ടമായി ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏകദേശം 1/4 ലക്ഷത്തോളം താറാവുകളെ കൊന്നൊടുക്കി കഴിഞ്ഞു. അല്ലാതെ സ്വാഭാവികമായി ചത്തതും ഇത്ര തന്നെ ഉണ്ടാവും. ഏകദേശം 1/2 ലക്ഷത്തോളം താറാവുകളാണ് കുട്ടനാട്ടിൽ ഇതിനകം രോഗം പിടിപെട്ടു. 3-4 വർഷം മുമ്പ് ഇതുപോലെ ക്രിസ്മസിനായിരുന്നു പക്ഷിപ്പനി ഒന്ന് നമ്മുടെ എല്ലാം കഞ്ഞൂടി മുട്ടിച്ചത്. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. നമ്മുടെ സജിയുടെ വീടല്ലേ? ആന്നേ, ഇവിടെ കുറച്ച് താറാവുണ്ട്. പോയി നോക്കാം. പക്ഷിപ്പനി അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രോഗബാധ ഉണ്ടായ 1 കിലോമീറ്റർ ചുറ്റളവിലെ താറാവുകളെ മുഴുവൻ കൊന്നു കത്തിച്ചു കളയാൻ വേണ്ടി വന്നതാ. സാറേ, അതിനെന്റെ താറാവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സാറേ. എന്റെ സജി, ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്ന NCDC ഡയറക്ടറും മൃഗസംരക്ഷണത്തിന്റെ ആൾക്കാരുമാ. എന്നിട്ടാണോ സംരക്ഷിക്കുന്ന മരം കൊല്ലാൻ പോകുന്നത്? എന്റെ സജി, താറാവ് ഒന്നിന് 200 രൂപ വെച്ചിട്ട് കിട്ടും. നീ ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിറ്റൂന്ന് കരുതിയാ പോരെ? എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വിറ്റൂടെ? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ 200 ഉലുവ ആർക്ക് വേണേ പിച്ചക്കാശി? ആദ്യം ഭോപ്പാലിലെ ലാബിൽ നിന്ന് പരിശോധനാ ഫലം പറയട്ടെ, എന്നിട്ട് കത്തിക്കാതെ നിങ്ങളെ. സോമാ, നീ ഹീറോയിസം കളിക്കല്ലേ? ഇവിടുത്തെ താറാവിന്റെ ഇറച്ചി കഴിച്ചിട്ടാ കാട്ടിപ്പുറമ്പിലെ സൂസി ഛർദിലുമായിട്ട് ആശുപത്രി. നീ മിണ്ടാതിരിടി. എടാ, അവരെന്തെങ്കിലും ചെയ്യട്ടെ മുടിയാനായിട്ട്. അല്ല, ഇത് പക്ഷിപ്പനിയാക്കി തീർക്കാൻ ഇയാൾക്ക് എന്ത് എടുക്കാം? ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ട്? ഇത് ഇറച്ചി കച്ചവട ലോബിയുടെ ക്രിസ്മസ് കളിയാണെന്ന് ഏത് മണ്ടന് മനസ്സിലാവും? സോമ, ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി രാത്രിയും പകലും നോക്കാതെ പണിയെടുക്കുന്ന ഒരാളാ ഞാൻ. നീ ഇപ്പൊ കാണിച്ചോണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ആൾക്കാരെ നീ കൊല്ലാൻ പറ്റരുത്. ഈ നാട്ടിലെ പണക്കാരുടെ പണി എന്താണെന്നും പാവങ്ങളുടെ ഗതി എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഈ നാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തോളാം. പറഞ്ഞു കൊടുത്തോളാം. കാണാം. ഓ, കാണാം നമുക്ക്. ആ ചെല്ല്. പ്രശ്നമാവോ? എന്ത് പ്രശ്നം? സോമൻ ചേട്ടാ, എന്നാ ബിരിയാണി പരിപാടിയൊക്കെ ബർത്ത്ഡേ വല്ലതും ആണോ? ഓ, വായനൊന്നും ഇല്ലല്ലേ? നീ ആ ബാനർ നോക്കിയടാ. അപ്പൊ ചിക്കൻ അല്ലല്ലേ? താറാവേ, ഇതിലും ഭേദം പരാമറ. എന്റെ അവൻ പോട്ടെന്ന്. അവൻ ചേട്ടാ, നമുക്ക് പിടിച്ചോ. കാണുന്നവർക്ക് ഇതൊരു തമാശയായിട്ട് തോന്നും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതമാണ് ഇവന്മാർ നശിപ്പിക്കാൻ നോക്കുന്നത്. നാട്ടുകാരുടെ പേടി മാറ്റാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ച് ഉദ്ഘാടനം ചെയ്യാണ്. വാ സാറേ.
മാറിക്കേ. ഇങ്ങോട്ട് മാറ്. സാറേ ഉമ്മാരുടെ തലയ്ക്ക് ഓളവാ. എന്റെ സോമ താനിത് എന്ത് കണ്ടിട്ടാ? നീയൊക്കെ ഇത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ടവന്മാരെല്ലാം വന്ന് പോലീസിന്റെ നെഞ്ചത്ത് കയറും. ഞങ്ങളൊന്നും ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് സാറേ, സാറ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഈ താറാവ് മുഴുവൻ ചത്ത് പക്ഷിപ്പനിയായിട്ടൊന്നുമല്ല. ഇത് ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ കായൽ കലർന്നിട്ടാണ്. ഓ അത് ശരി. അപ്പൊ താറാപ്പനി വന്നിട്ടല്ല ഈ താറാക്കളൊക്കെ ചത്തയെന്നാണ് സയന്റിസ്റ്റ് ഐസക് സോമൻ പറയുന്നത് അല്ലേ? കൊള്ളാം. സാറേ ദേ ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ വെള്ളത്തിൽ കലർന്നിട്ട് താറാവുകൾ ചത്തേ. അതിന്റെ പേരിൽ ഈ നാട്ടിലെ താറാവിന് മൊത്തത്തിൽ അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ ദേ ഈ പ്രസിഡന്റ് ഫാമിലെ പോത്തിറച്ചിക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. സാർ അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കളികളാ സാറേ. എന്റെ സാറേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ സാറി സോമ, ഈ പരിപാടി ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഇത് കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ തൂങ്ങും. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസെടുക്കാത്തത്. ഡോ താനിതെല്ലാം അടുത്ത് ജിപ്പിക്കറ്റ്. ഇതിന് പകരമായിട്ട് ഒരു ഇൻഡസ്ട്രി കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. 2 കൈ നീട്ടി കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആ ഇന്നലത്തെ ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് നല്ല ചൂടൻ ഫ്രൈഡ് റൈസ് അകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ചെല്ല്. സാർ, താനിങ്ങനെ സമരം കളിച്ച് നടന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്ത് തീർക്കാനാ? സാർ ഞാൻ അതിന് മാത്രം ദിവസം ലീവ് ഒന്നും എടുത്തില്ലല്ലോ. ഞാൻ എൻ്റെ പണി മുഴുവൻ ചെയ്ത് തീർത്തിട്ട ലീവ് എടുത്തത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടല്ല സമരം ചെയ്തത്. തനിക്ക് ഞാനോ സർക്കാരോ എന്നോ ചൊല്ലാൻ തന്നിട്ടുണ്ടോ? മൈസൂരാനെ ഭരണപക്ഷ പാർട്ടിക്കാരനാ, അത് താൻ മറക്കരുത്. ഓ, അപ്പൊ അതാണ് കാര്യം. തനിക്ക് ലോകം നന്നാക്കണമെങ്കിലേ അത് ഇവിടെ എന്തുകൊണ്ട് പറ്റത്തില്ല. തനിക്ക് കൃഷി വകുപ്പിലാ ജോലി. സാറ് കേരളത്തിലെ സകല കൃഷി ഓഫീസിലും ടൂർ അടിച്ച് കിടക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട് നന്നായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതിന് പറ്റത്തില്ലെങ്കിൽ ഞാൻ VRS എടുത്തോളാം. സോമ, ഒരരിശത്തിന് കെട്ടിച്ചാടിയ 7 അരിശത്തിന് തിരിച്ചു തരാൻ പറ്റത്തില്ല. സാറേ, എൻ്റെ അച്ഛനായിട്ട് എടുത്ത ലോൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അടച്ചു തീർത്തു. ഇനി കുറച്ച് ലോകം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഒരു ജന്മ ഓരോരുത്തർ സർക്കാർ ജോലി കൊണ്ട് കിടന്ന് തലകുത്തി മറിയുമ്പോഴാണ്. സോമ, നീ എന്നാ പണിയാടാ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലി കളഞ്ഞ? കുറഞ്ഞത് ശാലിനിയോടെങ്കിലും നീ ഒരു വാക്ക് ചോദിച്ചോ? എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. നിന്റെ ഇഷ്ടം. അപ്പൊ ഇനി എന്റെ മോളും കൊച്ചുമോളും ഒക്കെ എങ്ങനെ ജീവിക്കൂന്നാ? എടാ, നിനക്കൊരു സർക്കാർ ജോലി ഉള്ളത് കൊണ്ടാ നിന്റെ വട്ട് സഹിച്ചിട്ട് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെ. ഞാൻ VRS എടുത്തു എന്ന് കരുതി ഇവർക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഇവരേത് പോസ്റ്റിലാണോ ജീവിച്ചത് ആ പോസ്റ്റിൽ അവർ ഇനിയും ജീവിക്കും. പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കുന്നതാണല്ലോ പോഷൻ. മോളെ, ഈ ചെമ്പരത്തി പൂ എടുത്ത് നിന്റെ അച്ഛന്റെ ചെവിയിലോട്ട് വെച്ചു കൊടുക്കും. ഒരു ഉളുപ്പുമില്ല അവന്. സാറിന് ഒന്നും പറയണ്ട. സോമൻചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല. ഇനി ഞാനും കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാം. എന്ത്? അച്ഛൻ്റെ കാറ്ററിംഗ് ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ പോവാം. ചേട്ടൻ ഇനി മോളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരി. മാറിക്കേ. ആ, നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. സോമൻ ചേട്ടനാണോ? അതെ. എന്നാ പറ്റിയടാ? അത് ചേട്ടൻ ഓഫീസിൽ നിന്ന് പോണെന്ന് അറിഞ്ഞപ്പോ വന്ന പേടിപ്പരി. നീ ചെന്നൊരു ചായ എടുക്ക്. വേണ്ട, ഈ മോദകൂട്ട് തിളപ്പിച്ച വെള്ളം മതി. വീട്ടിൽ പറഞ്ഞോ ചേട്ടാ? അവളുടെ അച്ഛൻ വന്ന് കുറേ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങളെന്തേലും പറഞ്ഞോ? നമ്മളെന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നത്? അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇത് ശകലം കടന്നു പോയില്ലേ? ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ ചേട്ടൻ അതൊക്കെ ചെയ്യാറുന്നല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല ചന്തു. ഇനിയിപ്പോൾ എൻ്റെ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മൈസൂർ അന്യ സണ്ണിയുടെ എല്ലാം ഒച്ചപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബഹളങ്ങളല്ലേ ചേട്ടാ എനിക്കൊക്കെ ഒരു ആശ്വാസം. ചില ഭാരങ്ങളൊക്കെ തലേന്നിറക്കി വെക്കുന്നൊരു സുഖമാണ് ചന്തു.